ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. നമുക്കിന്ന് വൃന്ദാവനത്തിലെ തേർ കദംബം എന്ന സ്ഥലത്തെക്കുറിച്ച് പറയാം. തേർ എന്ന വാക്കിനർത്ഥം വിളിക്കുക എന്നുള്ളതാണ്. കദംബം എന്നാൽ അവിടെ ഒരു വലിയ കദംബ വൃക്ഷമുള്ളത് കൊണ്ടാണ് ഈ തേർ കദംബം എന്ന പേര് വന്നത്. ഭഗവാൻ കന്നുകാലികളെ മേയ്ക്കാനായിട്ട് കാട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ കദംബ വൃക്ഷത്തിൻ്റെ ചില്ലകളിലാണ് ഭഗവാൻ കൊണ്ടുവന്നിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം തൂക്കിയിട്ടിരുന്നത്. അതിനുശേഷം ഈ കന്നുകാലികളൊക്കെ ദൂരേക്ക് മേയാൻ പോവുകയും ഭഗവാൻ തൻ്റെ കൂട്ടുകാരുമായിട്ട് പലതരം കളികളിൽ ഏർപ്പെടുകയും ചെയ്യുമായിരുന്നു. ഭക്ഷണ സമയമാകുമ്പോൾ ഭഗവാൻ ഈ കദംബ വൃക്ഷത്തിൻ്റെ ശാഖയിൽ കയറിയിരുന്നിട്ട് ഉറക്കെ ഇങ്ങനെ പുല്ലാങ്കുഴൽ വായിക്കുമ്പോൾ ദൂരേക്ക് പോയ പശുക്കൂട്ടവും ദൂരേക്ക് കളിക്കാൻ പോയ ഗോപബാലന്മാരും എല്ലാവരും ഓടി ഈ കദംബ വൃക്ഷത്തിൻ്റെ ചോട്ടിലെത്തുമായിരുന്നു. മാത്രമല്ല, ഭഗവാൻ ഇങ്ങനെ കന്നുകാലികളെ മേയ്ക്കാൻ പോകുന്ന സമയത്ത് ഗോപികമാർക്ക് വലിയ വിഷമമാണ്. അത്രയും സമയം ഇങ്ങനെ ഭഗവാനെ കാണാതിരിക്കണമല്ലോ എന്നോർത്തിട്ട്. അപ്പോൾ ഇവരും ഇങ്ങനെ ഓരോ അടവുകൾ പറഞ്ഞിട്ട് കാട്ടിലേക്ക് വരാറുണ്ട്. പൂ പറിക്കാനെന്നും വിറക് ശേഖരിക്കാനും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവരിങ്ങനെ ഭഗവാനെ കാട്ടിൽ അന്വേഷിച്ച് നടക്കുമ്പോൾ ഇവരെയും കൂടി തന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഉറക്കെ പുല്ലാങ്കുഴൽ വായിച്ചിരുന്നത്. ഇപ്പോൾ ഈ സ്ഥലത്ത് ഒരു രാധാകൃഷ്ണ ക്ഷേത്രമുണ്ട്. മാത്രമല്ല, ഈ കദംബ വൃക്ഷം വളരെ പൊക്കം കുറഞ്ഞൊരു വൃക്ഷമാണെങ്കിലും നിറയെ ശാഖകളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ചിത്രം വരച്ച പോലെയാണ് ആ കദംബ വൃക്ഷം ഇപ്പോൾ ഉള്ളത്. വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം മുന്നേ വലിയ കാടായിരുന്നല്ലോ, അതുകൊണ്ട് വലിയ ഒരു പ്രത്യേക ഒരു ശാന്തതയാണ്. എനിക്ക് വൃന്ദാവനത്തിൽ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കൂടിയാണ് ഈ തേർ കദംബം എന്ന് പറയുന്നത്. അത്രയ്ക്ക് മനോഹരമായൊരു സ്ഥലമാണ്. മാത്രമല്ല, നമ്മൾ ഈ കദംബ വൃക്ഷത്തിൻ്റെ ചോട്ടിൽ നിന്നിട്ട് മേലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ചില്ലയിൽ എവിടെയോ ഒരു കോണിലിരുന്നിട്ട് ഭഗവാൻ പീതാംബരം ചുറ്റി പീലിത്തിരിമുടി കെട്ടി കയ്യിൽ പൊന്നോടക്കുഴലുമായിട്ട് തൻ്റെ തൃപ്പാദങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് പൊന്നോടക്കുഴൽ വിളിക്കുന്ന ആ ഭഗവാനെ ഇങ്ങനെ മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ അറിയാതെ തന്നെ മനസ്സ് നിറയുകയും അറിയാതെ നമ്മുടെ കണ്ണ് നിറയുകയും ചെയ്യുന്നു. അപ്പോൾ വളരെ മനോഹരമായ സ്ഥലമാണ് തേർ കദംബം എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.